അല്ല കനക, ഞാനൊരു കാര്യം ചോദിച്ചിട്ടുണ്ടായില്ലേ, അതിന് തീരുമാനം വല്ലതും ആയാ? ആ, അതിനിപ്പോൾ എന്താണെന്നറിയാമോ? അമ്മയുടെ കയ്യിൽ നിന്നൊരു 15, പിന്നെ ഞാനൊരു 10 മതി. അങ്ങനെ രണ്ടും കൂടി ഇട്ട് കഴിഞ്ഞാൽ 25 രൂപയാവൂലേ? അത് മതിയല്ല. അത് തരാന്നാ വിചാരിച്ചത്. പക്ഷേ അമ്മയുടെ കയ്യിലുള്ള 15 രൂപ കിട്ടാൻ സാധ്യതയില്ല. അമ്മ അത് അമ്മാവന് മറിച്ച് എന്ത് ചെയ്യും? അപ്പോൾ ആ 15 ഉണ്ടാവില്ല. അതിന് പറ്റുമ്പോൾ വേറെ ഏതെങ്കിലും അന്വേഷിക്കണം. അയ്യോ, ഞാനിപ്പോൾ ഇനി എവിടെ പോയി അന്വേഷിക്കണം? നീ തരുമെന്ന് ഞാൻ ഉറപ്പ് വിചാരിച്ചാണ്. എന്താണെന്നറിയാം, ഒരു 10-40 രൂപയുടെ ഒരു ചിലവുണ്ട് എനിക്ക്. എത്ര കൂടുതൽ ചിലവ്? അതെന്ന് വെച്ചാൽ പെരുന്നാളിന് വീട്ടിലെല്ലാവർക്കും ഡ്രസ്സ് എടുക്കണം. പിന്നെ ഇവളുടെ വാപ്പയും വേണ്ടല്ല, ഞാൻ ഇന്നുവരെ മുടക്കിയിട്ടില്ല. അവർക്കും അത് എടുത്തു കൊടുക്കണം. പിന്നെ പെരുന്നാളിൻ്റെ ചിലവുകളും ആളുകൾക്കുള്ള ചെറിയ ചെറിയ സഹായങ്ങൾ ചെയ്യലും. അത് കൂടാതെ ഒരു കാര്യമുള്ളതേ, നമ്മുടെ വണ്ടിയുടെ CC മുടങ്ങിയപ്പോൾ ഞാൻ ഇവളുടെ ഒരു വളയെടുത്ത് പണയം വെച്ചിട്ടുണ്ടായി. പെരുന്നാളിന് മുമ്പ് ഉറപ്പായിട്ടും ഞാനത് തിരിച്ചെടുപ്പിച്ചു കൊടുക്കാമെന്ന് അവളോട് പറയുകയും ചെയ്തു. വേറൊരു മാർഗമില്ല. ഞാനിനിപ്പോൾ ആരോടാ ചോദിക്കണമെന്ന്? നീ തരുമെന്ന് ഞാൻ നല്ല ഉറപ്പ് വിചാരിച്ചാണ്. ഹലോ, എന്താ പറഞ്ഞോ. എന്ത്? എപ്പോ ആണോ? എന്നിട്ട് എന്തെങ്കിലും പറ്റിയോ? അത് ശരി. ആഹാ. ആ, ശരി എന്നാ വെച്ചോ. എന്തേ? അതെ, ആകെ പ്രശ്നമായി. ക്ലീറ്റസ് അളിയൻ എന്താണ്? നമ്മുടെ ആ ആമയൂര് പോസ്റ്റില്ലേ, ആമയൂര് ആ സെന്ററിൽ നിന്ന് മാറിയിട്ടുള്ള ഒരു പോസ്റ്റ് ഉണ്ടല്ലോ. മറ്റേ കെട്ടി വെച്ചാണ് പോസ്റ്റ്. അതന്നെ. അതിന്റെ മുകളിൽ കാർ ഇടിച്ച് കയറ്റി. ക്ലീറ്റസ് കയറ്റിയാ? അപ്പൊ ആ പോസ്റ്റ് മറിഞ്ഞ് താഴെ വീണിട്ടുണ്ട്. ആകെ പ്രശ്നമായിട്ടുണ്ട്. എന്റെ പൊന്നെ, അവൻ്റെ നിന്ന് കാശ് കുറെ പൊട്ടുമല്ല പോസ്റ്റ് മറിച്ചിട്ടുണ്ടെങ്കിൽ. എന്തൊരു കഷ്ടം നോക്ക്. ആമയൂര് ജംഗ്ഷനിലെ പോസ്റ്റാണാ? ആ കനക, അത് മറ്റേ ലിസ്റ്റിലുള്ളതല്ലേ? ഏത് ലിസ്റ്റില്? ആ പഞ്ചായത്തുകാർ പരാതി പറഞ്ഞിട്ട് മാറ്റി സ്ഥാപിക്കാൻ പറഞ്ഞിട്ട് ഓർഡർ ആയിട്ടുണ്ടല്ലോ, പോസ്റ്റും വന്നിട്ടുണ്ട്. ഓ, അതാണല്ലേ? പോസ്റ്റാണ്. ഇവൻ പൈസ ഒന്നും കൊടുക്കേണ്ടി വരില്ല. പാവം, ഇനി അതിനാവും പൈസ ഉണ്ടാക്കും. അല്ലെങ്കിൽ വേറൊരു കാര്യമുണ്ട്. എന്ത്? അവന്റെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ പറ്റിക്കാൻ പറ്റിയ സമയം ഇതാ. നല്ല മുതലാണ് അവനെ പറ്റിക്കാനാ. നിനക്ക് പൈസ വേണം? പൈസ വേണം, പക്ഷെ അവൻ്റെ കയ്യിൽ പൈസ ഉണ്ടാവും. അവൻ്റെ കയ്യിൽ പൈസ ഉണ്ട്. അവനിപ്പോ കുറച്ച് വണ്ടി കച്ചവടം പരിപാടിയൊക്കെ ആയിട്ട് കുറച്ച് പൈസ കയ്യിലിരിപ്പുണ്ട്. എന്ത് ചെയ്യാനാ നീ പറയണ? ഞാൻ പറയണത്, പോസ്റ്റ് ഇടിച്ച് കയറ്റി കഴിഞ്ഞാൽ വലിയ വിഷയമാവും. KSEB കേസ് കൊടുക്കും. ഇല്ലെങ്കിൽ ഭയങ്കര ഫൈന് വേണ്ടി വരുന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കൊരു 10-50,000 രൂപ അല്ലെങ്കിൽ 10-40,000 രൂപ ആവും എന്നൊക്കെ പറയാം. എന്നിട്ട് ആ പൈസ വാങ്ങിക്കാം. വേണോ? എന്താന്നാ, അവന് ഈ തുക്കടെ രാഷ്ട്രീയക്കാരായിട്ട് പിടിപാടുള്ളതാണ്. ഇവിടെ ഏഴടുത്ത് വന്ന് അന്വേഷിച്ചാൽ പറയും അതിന് പൈസയൊന്നും വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ നാറും. അങ്ങനെയല്ല, ഇതിന് വലിയ എമൗണ്ട് ആവും എന്നൊക്കെ പറഞ്ഞിട്ട് പേടിപ്പിക്കാം ആദ്യം. എന്നിട്ട് ഞാൻ ഇടപെട്ടിട്ട് വേണമെങ്കിൽ എയോട് സംസാരിച്ചിട്ട് കുറഞ്ഞ പൈസക്ക് ആക്കി തരാം, ഇത് വേറെ ആരോടും പറയണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി വിശ്വസിക്കും. നടക്കുമോ നോക്കാം. തലപോണ കേസൊന്നുമില്ലല്ലോ. എങ്ങനെ കിട്ടിയാലും ഉപകാരമാണ്. ഇപ്പൊ കിട്ടിയ ഉപകാരമാണ്. നീ ഒരു പണി, അവനൊന്ന് പറഞ്ഞ് പേടിപ്പിച്ചു നോക്ക്. എന്നാലും ഇവന്റെ കാര്യം, അത് വീഴാൻ നിൽക്കണ പോസ്റ്റാണ്. അതുമ്പോ പോയി കയറിയേക്കണ. നല്ല കട്ടകാലം കൊണ്ടിട്ട് അവന്റെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ വാങ്ങിക്കാം. നീ ഒരു പണിയേ, ഇപ്പൊ അവൻ ആരെങ്കിലൊക്കെ ബന്ധപ്പെടുന്നതിന് മുമ്പ് അവനോട് വിളിച്ചിട്ട് അവിടെ നിന്ന് സ്കൂട്ടായിക്കോളാൻ പറ. അല്ല, ഇവൻ അവിടെ ഇവിടെയൊക്കെ ചെന്നത് കൊളുത്തു. ക്ലീറ്റസേ, അതേ, ഈ പോസ്റ്റിൽ വണ്ടി ഇടിച്ച് കയറ്റാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കേസാണ്. നീ ഒരു കാര്യം ചെയ്യ, അവിടെ നിൽക്കണ്ട. പോലീസ് വരും. പോലീസ് എങ്ങാനും പിടിച്ചുകൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ഇറക്കലൊക്കെ വലിയ പാടാ. നീ വീട്ടിൽ പോ കേട്ടോ. ബാക്കി കാര്യങ്ങൾ ഞാൻ ചെയ്തോളാം. ശരി. ഓക്കെ. പേടിച്ചിരിക്കുക. ഒന്ന് ശ്രമിച്ചു നോക്ക്. പൈസ ഉണ്ടല്ലോ എൻ്റെ അടുത്ത്. പൈസ, കുറച്ച് പൈസ എന്തോ കയ്യിലിരിപ്പുണ്ട്. നിനക്ക് നാളെ പൈസ കിട്ടിയാ പോരെ? ഒന്ന് നോക്ക്, കിട്ടിയാ വലിയ ഉപകാരമാണ്. തങ്കം, അളിയൻ വന്ന്, നീ ഇങ്ങോട്ട് വന്നേ. അമ്മാ,
ഞാൻ വരൂല എന്ന് പറഞ്ഞില്ലേ? എന്നെ തങ്കം നീ ഒന്ന് മനുഷ്യനോട് പറഞ്ഞാൽ നിനക്ക് എന്താ മനസ്സിലാവില്ലാത്തേ? എടി അളിയൻ വന്നടി. ആളിയും വരും. അതെ, നീ അവനോട് എങ്ങനെയെങ്കിലും പറഞ്ഞൊന്ന്. എനിക്ക് പറ്റൂല. നിങ്ങളായിട്ട് ഒപ്പിച്ച കാര്യം നിങ്ങളായിട്ട് അങ്ങ് സോൾവ് ചെയ്തോ. എടി ഒപ്പിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ മനഃപൂർവ്വം ചെയ്തതാണോ? പിന്നെ എന്ത് പറ്റിയതാ? അറിയാണ്ട് പണ്ട് റിവേഴ്സ് എടുത്തപ്പോ തട്ടിയതാ. ആണല്ലേ? അറിയാതെ പറ്റുമല്ലേ? നിങ്ങൾ എന്താ എന്നെ ഭയങ്കരമായിട്ട് പഠിപ്പിക്കണ്ടായല്ലോ. നിനക്ക് തീരെ ശ്രദ്ധയില്ല, കുടുംബം നോക്കാൻ അറിയില്ല, അതാണ് ഇതാണെന്ന്. നീ ശവത്തിൽ കുത്തല്. നമ്മൾ ഉപദ്രവിക്കരുത് ചേട്ടാ. നമുക്ക് ശ്രദ്ധയില്ല, കുടുംബം നോക്കാൻ അറിയില്ല, എങ്ങനെയെങ്കിലും ഒക്കെ ജീവിച്ചു പോക്കോട്ടെ. നിങ്ങൾ ഭയങ്കര ശ്രദ്ധയൊക്കെ ഉള്ള ആള്. ചെന്ന് ഞാൻ എന്ത് വേണം ഞാൻ നിനക്ക്? ഇനി ഞാൻ അങ്ങനെ ഒന്നും പറയില്ല. ഉറപ്പാണോ? ഉറപ്പാ. ഇന്ന് പറയടി അവനോട്. ഞാൻ പറഞ്ഞ അറിയാലോ, അവൻ ഒരു തിരിഞ്ഞു പോലും നോക്കൂല. അവനെന്നല്ല, നിങ്ങൾ പറഞ്ഞു ഒരാളും തിരിഞ്ഞു നോക്കില്ല. നടക്കോട്. പെട്ടെന്ന് ഞാൻ പിടിച്ചോളാം. പറ, എന്തൊക്കെ സ്കൂളിൽ വിശേഷം ഉണ്ടായി? സ്കൂളിൽ ഭയങ്കര വിശേഷമായിരുന്നു. പിന്നെ ടീച്ചർ അമ്മയെ വിളിക്കാനൊക്കെ പറഞ്ഞ്. എന്തിന്? അത് എന്റെ ഫ്രണ്ട്സ് എന്റെ അച്ഛനെ പറ്റി പറഞ്ഞപ്പോ ഒരൊറ്റ അടി കൊടുത്തു. കൂട്ടുകാരെ തല്ലാൻ പാടുവോ? പിന്നെ എന്റെ അച്ഛന് ജോലിക്കൊന്നും പോകൂല, പിന്നെ വീട്ടിലാണ് ഇരിക്കണേന്നൊക്കെ പറഞ്ഞ് എനിക്ക് സഹിക്കൂ. അച്ഛന് വേലയും കൂലിയൊന്നുമില്ല, അത് സത്യല്ലേ? ഒരു ഒറ്റ അടി ഞാൻ വെച്ചു. അങ്ങനെ സത്യമൊന്നും അല്ല. പിന്നെ അച്ഛൻ ചുമ്മാ ഏതെങ്കിലും ഡ്രസ് ഇട്ട് വെളിയിൽ കറങ്ങാനെങ്കിലും പോകൂലേ? കള്ളത്തിലല്ലേ? വരണല്ല. ഡാഡി ഇപ്പൊ ഡാഡിയെ കുറിച്ച് പറഞ്ഞു തീർത്തതേ ഉള്ളൂ. അപ്പുറത്തേക്ക് വന്നല്ലേ? എന്താ മക്കള് പറഞ്ഞേ? അല്ല, ഡാഡിക്ക് ജോലിയും കൂലിയൊന്നും ഇല്ലല്ലോ, അതിനെ പറ്റി ഡാഡിക്ക് ജോലി ഇല്ലെങ്കിൽ എന്താ, ഡാഡി മറ്റുള്ളവർക്ക് ജോലി ഉണ്ടാക്കുന്നുണ്ടല്ലോ. ഞാൻ വെച്ചിട്ടുണ്ട്. എന്റെ അളിയാ, നീ എന്ത് പണിയാ കാണിച്ചത്? എന്തിനാണ് ഈ കാർ ഇടിച്ചു പോയിട്ട് നീ ആ പോസ്റ്റെല്ലാം ഇടിച്ച് താഴെട്ടത്? കർത്താവിനാണ് അളിയാ. ഞാൻ വണ്ടി കൊണ്ടുവന്ന് അവിടെ നിന്ന് ടെസ്റ്റ് ഡ്രൈവിന് പോയി. അതിൻ്റെ അടുത്ത് വെച്ച് ഒന്ന് റിവേഴ്സ് എടുത്ത് ആക്സിലേറ്ററും കൊടുത്തപ്പോൾ കുറേ പുക വന്ന്, പിന്നെ നോക്കുമ്പോൾ പോസ്റ്റ് അടിച്ച് വണ്ടിയുടെ മണ്ടേ വീണ്. പുക അടിച്ച് വീണതാണ് അളിയാ പോസ്റ്റ്. വണ്ടി മുട്ടിയിട്ടില്ല. എത്ര നിസ്സാരമായിട്ടാ പറയണത് നോക്ക്. ഇത് വലിയ വിഷയമില്ലേ? എന്തിന്? പോസ്റ്റൊക്കെ ഇടിഞ്ഞു പറഞ്ഞ് താഴെ വീണ് ഏതൊക്കെയോ ലൈനുകളൊക്കെ പൊട്ടി അവിടെ എവിടേക്കോ തീപിടുത്തുണ്ടായി എന്ന് പറയുന്നു. മാത്രല്ല, ജനറൽ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന ലൈനാ പൊട്ടിയത്. അവിടുന്ന് ഡോക്ടർമാരുടെ വിളിയോട് വിളി. എന്തിന്? ഏതൊക്കെയോ ഓപ്പറേഷനുകൾ മുടങ്ങി, ഏതൊക്കെയോ 1-2 രോഗികൾ മരിച്ചിട്ടുണ്ട്. അതിലെ ഒരു രോഗി ഏതോ ഗുണ്ടയാണ്. ആ ഗുണ്ടയെ കൊല്ലിക്കാൻ വേണ്ടിയിട്ട് ബോധപൂർവം ചെയ്തിട്ടുള്ള പണിയാണോ ഇതെന്ന് പോലും ആളുകൾ പറയുന്നുണ്ട്. കർത്താവേ, എനിക്കൊരു ഉണ്ട അറിഞ്ഞൂടാ. ഉണ്ട അറിഞ്ഞൂടാ. ഇതിപ്പോ എന്തെന്നറിയാം, അവസാനം കൊലപാതകത്തിനടക്കം നീ സമാധാനം പറയേണ്ടി വരും. എടി, ഇതിലിപ്പോ എന്റെ കാല് പിടിച്ചിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എനിക്കെന്ത് ചെയ്യാൻ പറ്റും? നീ വെറുതെ പറയണത്. നീ വിചാരിച്ച തീരാവുന്നുള്ളൂ. നീ ഒന്ന് കണ്ണടച്ച ഈ പ്രശ്നം തീരും. പെണ്ണെ, ഞാൻ വൈദ്യുതി മന്ത്രി ഒന്നും അല്ലല്ലോ. ഞാൻ KSEB ഒരു ലൈൻമാൻ അല്ലേ. എനിക്ക് ചെയ്യാൻ പറ്റുന്നതിന് കണക്കുണ്ട്. ഇതൊന്നും എന്റെ പിടിയിൽ നിൽക്കുന്നതല്ല, അതൊക്കെ വലിയ വലിയ കേസാണ്. പിന്നെ എന്താ ഇതിന് പരിഹാരം ഇല്ലേ? അപ്പോ പരിഹാരമൊക്കെ ഉണ്ടാവും. പരിഹാരം ഇല്ലാത്ത കേസ് ഉണ്ടോ? ഇതിപ്പോ എന്താണെന്നറിയോ, വണ്ടി ഇടിച്ച് കഴിഞ്ഞിട്ട് ഈ പോസ്റ്റ് മറിഞ്ഞ് ഇത്രയും അപകടങ്ങളുണ്ടായി. അപ്പൊ അതിന്റെ മൊത്തത്തിലുള്ള കണക്കെടുക്കുമ്പോൾ ആദ്യം പോസ്റ്റിന്റെ പൈസ, പിന്നെ ലൈനിന്റെ പൈസ, പിന്നെ ഈ പണിക്കൂലി, ഇനി പോസ്റ്റ് കുഴിച്ചിടണമെങ്കിൽ ആളുകൾ കുഴി കുഴിക്കുമ്പോൾ അതിന്റെ പൈസ, ഇതെല്ലാം കൂടെ വിലയിരുത്തും. എന്നിട്ടൊരു തുക ഇടും. ഒരു 2000 രൂപയ്ക്കകത്ത് വരുമായിരിക്കും. 2000 25,000 രൂപയിൽ കുറയില്ല. നിങ്ങളിപ്പോ എന്ത് കാര്യത്തിനാ മനുഷ്യ വണ്ടി നടുക്കൂടെ പോസ്റ്റിന്റെ മണ്ടയിലോട്ട് കയറാൻ പോയത്? ഞാൻ എന്റെ ജോലിക്ക് പോയല്ലേ, വണ്ടി ഓടിച്ചു നോക്കാൻ പോയാലേ. നിങ്ങൾക്ക് ഒരിടത്തൊന്നും അനങ്ങാതെ ഇരിക്കാമോ? തൊട്ട പൈസയാ. അളിയാ, അല്ല, ഇതിലിപ്പോ വിഷമിക്കാനൊന്നുമില്ലെന്നേ. അല്ല, ഞാനേ 25,000 രൂപ എവിടെ നിന്നാടാ ഞങ്ങളുടെ കയ്യില്? എന്താണ്? 5000 രൂപ ഞാൻ അളിയന് തരാം. അയ്യോ, നിന്റെ നാക്കാപ്പിച്ച 5000 രൂപ എനിക്കെന്ത് കൈക്കൂലിയാ? നീ എനിക്ക് കൈക്കൂലി തരണ? അതല്ല. പിന്നെ ഇതൊന്നും എങ്ങനെയെങ്കിലും എനിക്ക് KSEB ശമ്പളം തരുന്നുണ്ട്. എന്റെ പൈസ എന്തിനാ എനിക്ക്? ഞാൻ വിചാരിച്ച ഒരു കാര്യം ചെയ്യാൻ പറ്റും. ഈ 25,000 രൂപയെന്ന് ഒരു 10,000 5,000 വേണമെങ്കിൽ കുറച്ച് തരാൻ എനിക്ക് പറ്റും. അത് ഞാൻ എയോട് പറഞ്ഞിട്ട് വേണം കുറച്ച് തരാം. അത് വേണോ? അതല്ല, എന്നെ സംശയിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് പോയിട്ട് അടച്ചോ, ഒരു കുഴപ്പമില്ല. അല്ല, ഇതിപ്പോ നമ്മളല്ല ചെയ്തത്. നമുക്ക് അടയ്ക്കാനുള്ള മരുങ്ങില്ല എന്ന് പറഞ്ഞാൽ അവരെന്ത് ചെയ്യും? എങ്ങനെ നമ്മളല്ല ഇത് ചെയ്തത്, ഞങ്ങൾക്ക് ഇത് അടയ്ക്കാനുള്ള കഴിവില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ KSEB നേരെ കേസിന് പോകും. കേസിന് പോയി കഴിഞ്ഞാൽ പിന്നെ കോടതി അങ്ങനെയൊക്കെ പോകും. അത് കഴിഞ്ഞാൽ പിന്നെ ജയിലിൽ പോണ്ടി വരും. പിന്നെ ജയിലിലൊക്കെ ഒരു കാര്യം ചെയ്യാം. ഞാനൊരു 15,000 രൂപ തരാം. 15,000 കൊണ്ടെന്ന കാര്യം, ബാക്കി പിന്നെ പൈസ ആരുണ്ടാക്കും? 5,000 രൂപ അമ്മയുടെ കയ്യിൽ നിന്ന് മേടിച്ചു തരാം. അതെ, അവിടെ തരാന്ന് പറഞ്ഞ പൈസ എങ്ങനെയെങ്കിലും ഇത് സെറ്റിൽ ചെയ്ത് വിടളിയാ. നോക്കട്ടെ. അപ്പൊ 20,000 അങ്ങ് ഒതുക്കാം. നിനക്കപ്പൊ എപ്പോഴാ പൈസ തരണ്ടേ? പൈസ ഞാൻ ഓഫീസിൽ പോകുമ്പോ തന്നാ പോരെ? അല്ലെങ്കിൽ വേണ്ട, ഇപ്പൊ തന്നെ തരാം. വൈകി കണ്ടെടുത്തു കൊടുക്ക്. എന്ത് പൈസ?
അതിന് എൻ്റെ കയ്യിൽ എവിടെ ഇരിക്കുന്ന പൈസ? നീ കൊടുക്കാന്ന് പറഞ്ഞല്ലോ പൈസ. നിങ്ങൾ കൊണ്ടുവന്ന് വെച്ചില്ലേ പൈസ 15,000 രൂപ? അതും കൂടെ എടുത്തോണ്ട് വരാനാ പറഞ്ഞേ. ഞാൻ കൊണ്ടുവച്ചേക്കണ ഏത് പൈസ? ഓർമ്മയില്ല? 15,000 രൂപ കൊണ്ടുവന്ന് വെച്ചത് ആ പൈസ എടുക്കാൻ പറ്റൂല തങ്ക. അത് ഞാൻ വേറൊരു ആവശ്യത്തിന് വെച്ചേക്കണതാ. ആ ആവശ്യം അവിടെ നിക്കട്ടെ, ഇപ്പൊ ഈ ആവശ്യം നടക്കട്ടെ കേട്ടാ. എടുത്തുണ്ടോ? അല്ല അത് എന്നും ബാക്കിയുള്ളവൻ അധ്വാനിക്കണ പൈസയും കൊണ്ട് ഓരോരോ പ്രശ്നങ്ങൾ സോൾവ് ചെയ്ത് നിങ്ങൾ അങ്ങ് പഠിച്ചുപോയി. ഒരു പ്രാവശ്യമെങ്കിലും അവനവന്റെ പൈസയും കൊണ്ട് ഒരു പ്രശ്നം സോൾവ് ചെയ്ത് നോക്ക്. അപ്പോഴേ പൈസയുടെ വില അറിയാൻ പറ്റും. പോയിട്ടുണ്ടോ? നിന്റെ വേറെ പൈസ ഇല്ല? എന്റെ കയ്യിൽ പൈസ വേണോ നിങ്ങക്ക്? ഇല്ലല്ലോ, ഇനിയിപ്പോ അത് വേണ്ട. അപ്പൊ എന്റെ പൈസ അത് പോവും. ഇല്ലെങ്കിൽ അകത്തു പോവും. ഞാൻ എടുത്തോണ്ട് വരാം. അമ്മാ തങ്കണ്ട് ഇവിടെ ഒരു ഗ്ലാസ് ചായ എടുക്ക്. അല്ല പോയി കുടിച്ചോ. എനിക്ക് എന്റെ ചായ ഒന്നും വേണ്ട. അതിന് നീ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നതിന്? നീ നോക്കിക്കോടാ, നീയും നിന്റെ KSB ഉണ്ടല്ലോ നശിച്ച് 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 നാരാണ കല്ലിടും. നോക്കിക്കോ. ഞാൻ നശിക്കാൻ നിന്റെ ഒരു പ്രാക്കിന്റെ ഒരു കുറവ് കൂടി ഉണ്ടായിരുന്നുള്ളൂ. അതിപ്പോ ഓക്കെ. നീ എന്നെ കൊണ്ട് ഓരോന്നിങ്ങനെ പറയിപ്പിക്കണതല്ലേ? ഞാനെന്ത് പറയുന്നത്? ഇതിപ്പോ ഞാൻ പറയിപ്പിച്ചാണ് നിന്റെ കെട്ടിയോ കൊണ്ടുപോയി പോസ്റ്റിന്റെ മുകളിൽ കയറി ഇടിച്ചിട്ട്. ഇതൊന്നുമില്ല, ഫൈൻ കിട്ടിയാൽ മതി, അത്രേ ഉള്ളൂ, വേറെ വിഷയമൊന്നുമില്ല. ആറ് ചായ എങ്കിൽ ചായ അറങ്ങോട്ട്. അമ്മേ Alien versus Alien.